മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകര ഷോറൂമിന്റെ നേതൃത്വത്തിൽ ഭവനരഹിതർക്കായി ധനസഹായം വിതരണം ചെയ്തു. കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വടകരയിലെ ഭവനരഹിതരായ സാധാരണക്കാർക്ക് കൈത്താങ്ങാവുകയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ടിൽ നിന്നും വടകരയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള 7ഓളം കുടുംബങ്ങൾക്കാണ് ഭവന നിർമ്മാണത്തിനായുള്ള ധനസഹായം വിതരണം ചെയ്തത്. BMJ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുറ്റ്യാടി മണ്ഡലം MLA പാറക്കൽ അബ്ദുള്ള ധനസഹായ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ രാഷ്ട്രങ്ങളിലായി ഭക്ഷണം കൊടുക്കണം, അതൊരു ഏറ്റവും വലിയ കാരണം. നമ്മൾ പലപ്പോഴും പോകുമ്പോൾ കാണുന്ന വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും പല നഗരങ്ങളിലും നമ്മുടെ നാടൊക്കെ വിട്ട് പുറത്ത് പോയി, കേരളത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ പിന്നെ പല സ്ഥലങ്ങളിലും മനുഷ്യനും നായ്ക്കളൊക്കെ തമ്മിൽ അടികൂടും. വിശപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ വിശപ്പിൻ്റെ ഒരു അവസ്ഥ എന്ത് എന്നുള്ളത് അനുഭവിച്ചവർക്ക് നമുക്കൊക്കെ പറയാനും പ്രസംഗിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വലഞ്ഞ് നടക്കുന്നവർക്കൊരു അത്താണിയായി അവിടെ കക്ഷി രാഷ്ട്രീയമില്ല, ജാതി മതമില്ല, ഒന്നുമില്ല, മനുഷ്യൻ എന്ന ചിന്ത വെച്ച് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ വിവിധ രാഷ്ട്രങ്ങളിലായി ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 18 ലക്ഷം ജീവിതങ്ങളെ ഗുണപരമായി സ്വാധീനിച്ചിട്ടുണ്ട്. 20 സംസ്ഥാനങ്ങൾ 418 കോടിയിലധികം രൂപ ചെലവഴിച്ചു. 1500-ലധികം പ്രദേശങ്ങൾ. ഇതാണ് CSR പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 25,000 വളണ്ടിയർമാർ. അപ്പോൾ അതൊന്നും കൂടാതെ പിന്നെ ഇന്ത്യക്ക് പുറത്ത് പല രാഷ്ട്രങ്ങളിലും ഇവരുടെ സഹായത്താണ്. അപ്പോൾ ഇത് ഒരു വലിയ മാതൃകയാണ്, വലിയ മാതൃക. കാരണം നമ്മുടെ സമ്പന്നൻ്റെ സമ്പത്തിൽ ദരിദ്രർക്ക് ഔദാര്യമുണ്ട്, അവകാശമുണ്ട് എന്ന ഒരു തോന്നൽ ആളുകളിലുണ്ടാക്കുക. മലബാർ സോണൽ ഹെഡ് അഷ്മർ TK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുത്തു. വാർഡ് മെമ്പർമാരായ നവാസ് മാസ്റ്റർ, ഗീത, സുനിത, ബിജു പ്രസാദ്, പ്രിബേഷ് പൊന്നക്കാരി, യൂനുസ് രാമത്ത, തയ്യിൽ കുഞ്ഞബ്ദുള്ള എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വടകര ഷോറൂം മാനേജർ നൌഷാദ് TP സ്വാഗതം ആശംസിച്ച ചടങ്ങിന് അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് ആഷിൽ ഷാദ് നന്ദി രേഖപ്പെടുത്തി. 80,000-ഓളം വാർഷിക വിറ്റുവരവിൻ്റെ രീതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് മലബാർ ഗോൾഡിൻ്റെ കുടുംബാംഗങ്ങളായ ഓരോ ജനങ്ങളാണ്. ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ ചെയർമാൻ പറയും, ഞങ്ങൾ കോഴിക്കോട് ഷോറൂം തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഫസ്റ്റ് തുടങ്ങിയൊരു ജ്വല്ലറി എന്നുള്ളത്. പക്ഷേ വടകര താലൂക്കിൻ്റെ പ്രത്യേകിച്ച് വില്യാപ്പള്ളി ഭാഗങ്ങളിലുള്ള ആളുകളുടെ പ്രചോദനത്തിൻ്റെയും അവരുടെയൊക്കെ നിർദ്ദേശത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് മലബാർ ഗോൾഡ് ഒരു വികസനം എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് എടുത്ത് കാൽവെച്ചത്. ചെയർമാനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞോക്കൊക്കെ വളരെ വിശദമായിട്ട് അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ വിഷനും കാര്യങ്ങളൊക്കെ 1993 തുടങ്ങിയതെങ്കിലും 1995 മുതൽ മലബാർ ഗോൾഡിൻ്റെ ഓരോ ബിസിനസ്സിലും ഇതിൽ ആവാൻ പറ്റാത്ത ആളുകൾക്ക് ഇതിൻ്റെ ഒരു സഹായം എത്തിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി വരികയും അന്ന് തന്നെ ആദ്യമായിട്ട് നിർദ്ധരായിട്ടുള്ള സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് എല്ലാ മാസവും മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനത്തോടു കൂടിയാണ് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് 500-1000 രൂപക്കൊക്കെ മാസത്തിൽ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് നമ്മൾ എല്ലാ ഷോറൂമിൻ്റെയും പരിധിയിൽ വരുന്ന ആളുകൾക്ക് അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും കൊടുത്തു പോകും. പിന്നീട് അങ്ങോട്ട് 2ാം ഘട്ടത്തിൽ ഏതൊരാളും ഏറെ ആഗ്രഹിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നൊരു കാര്യമാണ് പാർപ്പിടം എന്നുള്ളത്. അങ്ങനെ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ നമുക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ആവശ്യകതമായിട്ടുള്ള രീതിയിൽ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സഹായം നൽകുകയുണ്ട്.